ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ കള്ളാടാണ് കേട്ടോ ഉള്ളത്. കള്ളാട് എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലയിൽ കോതമംഗലം കള്ളാട്. അപ്പോൾ നമ്മൾ കള്ളാട് കനാൽ മണ്ടയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്നത് നാടുകാണി മലയിലേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ നടന്നാണ് പോകുന്നത്. അയ്യോ, രാവിലെ തന്നെ ഞാനൊരു ബേസിക്കലൊരു മടിയനായതുകൊണ്ട് ഇത്രയൊക്കെ രാവിലെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എത്ര നാൾ കൂടിയിട്ടാണ് പറയുമ്പോൾ രാവിലെ 5 മണിയൊക്കെ കാണുന്നത്. അതും ഒട്ടുക്കത്ത തണുപ്പ്, നല്ല തണുത്ത വെള്ളം. അതിലൊക്കെ ഒരു കുളിയൊക്കെ കുളിച്ച് രാവിലെ തന്നെ അമ്മൂമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് പോയി നോക്കാം. ഇതൊരു കനാലാണ് കേട്ടോ. ഇതൊരു കനാൽ മണ്ടയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വെള്ളമില്ല, കനാലിലിപ്പോൾ വെള്ളമില്ല, വെള്ളം ഇറക്കിയിട്ടേക്കോ. ഇത് പൂത്തത്താൻകെട്ടിന്ന് തന്നെയാണ് കേട്ടോ. പൂത്താൻകെട്ടിന്ന് തന്നെയാന്ന് പറയുമ്പോൾ പൂത്താൻകെട്ടിലെ വെള്ളം മുല്ലപ്പെരിയാർ ഇടുക്കിന്ന് തന്നെ വെള്ളം. അപ്പോൾ ഇത് ഇടുക്കിന്ന് തന്നെ വെള്ളമാണിത്. ഇതെവിടെ ഒരു മല കാണുന്നുണ്ടോ? ഇതേ ഒരു മല കാണുന്നുണ്ടോ? ആ മലയല്ല, ആ മലയുടെ അപ്പുറത്തെ മലയിലാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ നേരം വെളുത്തുള്ളൂ. കുറേ പത്രക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കുറേ വീടുകളൊക്കെ ഉണ്ട്. നല്ല പച്ചപ്പ് സ്ഥലമാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലം. ഇത് പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ടോ? ഇതുണ്ടോ, അങ്ങനെ നീണ്ട് കിടക്കുക. നമുക്ക് പോയി നോക്കാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കനാല്. പക്ഷെ ഇവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും വെള്ളമല്ല, ഇതിൽ കൂടുതൽ വെള്ളമുണ്ട്. ഇതിപ്പോൾ കുറച്ചിട്ടേക്കണ കൊണ്ടാണ്. മറ്റേ ഈ ഒരു ലെവലിലൊക്കെ വെള്ളം ഉണ്ടാവും. ഇതിൽ കൂടുതൽ വെള്ളം ഉണ്ടാവും. നല്ല വെള്ളം ഉണ്ടാവും. നല്ല ഒഴുക്കുള്ള കനാലാണ് ഇത്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. അത് കണ്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലം. നല്ല രസമുണ്ട്. നമുക്ക് ഈ വഴിക്കാണ്ട പോകണ്ടേ, പക്ഷെ ഞാൻ ഇത്രയും നല്ല ഭംഗിയായിട്ട് കണ്ടതുകൊണ്ട് നിർത്തിയതാണ്. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ഇത് പോകുന്നത്, ഈ കനാല് വരുന്നത് അക്കഡേറ്റ്. അതും ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഊഞ്ഞാപ്പാറ അക്കഡേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ആ അക്കഡേറ്റിൽ നിന്ന് വന്ന വെള്ളമാണ് ഇത്. പക്ഷെ ഇവിടെ ഇപ്പോൾ വെള്ളം കുറവായ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു അക്കഡേറ്റിലും വെള്ളം കുറവായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ആ വഴിക്കൊന്ന് പോയി. അതിലാണ് നമ്മൾ പോണത്. അതിലല്ല പോണത്, നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞ് വേറൊരു വഴിക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു കുറച്ച് ഭാഗമായിട്ട് വരുന്ന വേറൊരു അക്കഡേറ്റ് ഉണ്ട്. അതുകൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. എന്തായാലും നമുക്ക് അവിടെയും പോയി നോക്കാം. നാടുകാണിക്ക് പോണേക്ക് മുമ്പ് നമുക്ക് ആ അക്കഡേറ്റിലും കൂടി ഒന്ന് പോയി നോക്കാം. ഇത് കണ്ടോ, നമ്മൾ അവിടെ നിന്ന് കണ്ട പൈനാപ്പിൾ തോട്ടമാണ് കേട്ടോ. പക്ഷെ നല്ല രസമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ മൊത്തം ചെളിയാ. ഇത് കണ്ടോ, എന്ത് രസമാണ് നോക്ക്. അവരെ അതിര് തിരിച്ചിട്ടേക്കണ കണ്ടോ, എന്ത് രസമായിട്ടാണ് തിരിച്ചിട്ടേക്കണേ നോക്ക്. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള കഴിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുള്ള പൈനാപ്പിൾ, നല്ല പൈനാപ്പിൾ തോട്ടം, അടിപൊളി. ഇതും ഒരു അക്കഡേറ്റ് തന്നെയാണ് കേട്ടോ. പക്ഷെ ഇത് ഫേമസ് ആയിട്ടുള്ള അക്കഡേറ്റ് അല്ല. അത് ഇതിൻ്റെ അപ്പുറ വശമാണ് കേട്ടോ. ഊഞ്ഞാപ്പാറ അക്കഡേറ്റ് എന്നും പറഞ്ഞ് അടിച്ചു നോക്കിയാൽ മതി. ഗൂഗിളിലോ ഒക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് അത്യാവശ്യം അതിൻ്റെ ഫോട്ടോസൊക്കെ വൈറലായി അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ചെറുതാണ് കേട്ടോ. പക്ഷെ ഇപ്പം പോകുമ്പോൾ പേടിയാവണം. പണ്ട് പേടിയില്ലാണ്ട് പറക്കും പിന്നീനെ പോലെ പറന്ന് നടന്നുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതിൽ. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഇത് നിറച്ച് വെള്ളമുള്ള ഏരിയ ആണ് കേട്ടോ. ഇത് നിറച്ച് വെള്ളമുള്ള ഏരിയ. ഞങ്ങൾ പണ്ടൊക്കെ ഇവിടെ നിന്ന് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ വന്ന് കുളിച്ചുകൊണ്ടിരുന്ന അവിടെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി ഇവിടെ വരും. എന്നിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പം ഞാൻ നിൽക്കുന്നില്ലേ, ഈ ഇതിലൂടെ നടന്ന് പിന്നെയും പോകും. എന്നിട്ട് പിന്നെ അവിടെ ഒന്നോടെ ചാടും. എന്നിട്ട് പിന്നെ ഇങ്ങനെ വരും. ഒരുമാതിരി ഒരു നാറാണത്ത് ഭ്രാന്തൻ്റെ സ്വഭാവമല്ലേ, ആ ഒരു പരിപാടി. നല്ല രസമാണ് കേട്ടോ.
പക്ഷെ ഇവിടെ വെള്ളമില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുഴയിൽ വെള്ളം ഇറക്കിയിട്ടേക്കുമല്ലേ, അതായത് ഇപ്പോൾ ഡാം പൂട്ടിയേക്കുമായിരിക്കും. നമ്മുടെ പൂത്താങ്കട്ടൊക്കെ ഡാം ഷട്ടർ ക്ലോസ് ചെയ്തേക്കുവാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ വെള്ളമില്ലാത്തത്. പക്ഷെ നല്ല മഴവെള്ളം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാ തോട് ഇതിവിടുന്ന് ഈ അക്കടയിൽ നിന്ന് ഒഴുകി പോണ വെള്ളമാണ്. ഇതൊക്കെ നല്ല മഴവെള്ളം കേട്ടോ. ആ മലയെന്നോ അപ്പുറത്തെ ഏതെങ്കിലുമൊക്കെ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇരിക്കുന്നെങ്കിലും കാണണ്ട, നല്ല അടി ഒഴുക്കുണ്ടാവും ഇതിനൊക്കെ. നല്ല രസമല്ലേ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നല്ല ഒഴുക്കുള്ള വെള്ളം. അതുകൊണ്ടോ എൻ്റെ ഒഴുക്കുണ്ടോ. ഇതിൻ്റെ ആഴം എത്രയാണെന്ന് അറിയില്ല. വാഴത്തോട്ടം ഉണ്ടോ. ഇങ്ങോട്ടേക്കുള്ള ഇറങ്ങാനുള്ള വഴി അറിയില്ല. അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ഇറങ്ങി നോക്കിക്കോറും. അത് നോക്കാമായിരുന്നു. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇത് കുറേ ഉണ്ട്. കുറേ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രസം ഫീൽ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, കോട മഞ്ഞ്. നേരം വെളുത്തിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടെ എറണാകുളം ജില്ലയിൽ മഴയുള്ള ടൈമാണ്. അപ്പം അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. മൊത്തത്തിൽ അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് ഇവിടെ. നല്ല രസമുണ്ട്. നമുക്കെന്തെങ്കിലും പോയി നോക്കാം. നമ്മളിവിടെ എത്താറായിട്ടാ. ഇതാണ് കേട്ടോ മെയിൻ റോഡ്. മെയിൻ റോഡല്ല, റോഡ്. ഇത് വാഴത്തോട്ടത്തിലേക്ക് ഇറങ്ങുന്ന വഴിയാണ്. കണ്ടോ, നല്ല രസമുണ്ട്. അപ്പറയുണ്ട് കേട്ടോ. കട്ടുറുമ്പടാ. ഇങ്ങനെ പറഞ്ഞാൽ കടിച്ചാണ്ടല്ലോ. സ്വർഗം കാണും, സ്വർഗം. ഡേഞ്ചറാണ്. ശിവൻ ഡേഞ്ചർ പേഴ്സണാന്ന് പറയണ പോലെ ഡേഞ്ചറാണ്. എന്താ കട്ടുറുമ്പ് കുറേ ഉണ്ട്. കടിച്ചാണ്ടല്ലോ പൊന്നിച്ച ഓർക്കും. മെക്കട കയറി. ഇത് ഊഞ്ഞാപ്പാറയിൽ നിന്ന് തന്നെ വഴിയുണ്ടോ. ഊഞ്ഞാപ്പാറ എത്തണ്ട. അത് ഇത് കോതമംഗലത്ത് നിന്ന് കുട്ടമ്പുഴ പോണ വഴി, മെയിൻ റോഡ്. കീരമ്പാറ കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് വന്ന് ഒരു 100-200 മീറ്ററൊക്കെ വന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു വഴി വരുന്നുണ്ട്. ആ വഴിയാണ് കേട്ടോ ഈ വഴി. ഇത് കഴിഞ്ഞിട്ടാണ് ഊഞ്ഞാപ്പാറ. അവിടുന്ന് റൈറ്റ് കയറി വരുമ്പോൾ ഉള്ള വഴിയിലേക്കാണ് നമ്മളിനി ചെല്ലാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഈ മെയിൻ റോഡ് എത്താറായി കേട്ടോ. നമ്മളിങ്ങനെ പോയി മെയിൻ റോഡ് എത്താറായി. ഹായ് പ്ലാവ് ചക്ക. വേണ്ട, നല്ല ചക്കണ്ടാ. വേണ്ട എന്തൂരല്ലേ. പണ്ടാരം കണ്ണും വെച്ചു. അടിപൊളി. നല്ല രസമുണ്ടല്ലേ. കുറേ ഉണ്ടോ. നമുക്ക് പോയേക്കാം. നമ്മളിപ്പോൾ ഈ മെയിൻ റോഡ് എത്തിയിട്ട് അവിടെ ഒരു ചായക്കടയൊക്കെ കണ്ടു. ഒരു ചെറിയ ചായക്കടയൊക്കെ കണ്ടിട്ട് നമുക്ക് ശരിക്കും ഈ വഴിക്കാണ് പോകേണ്ടത്. നമുക്ക് പോകേണ്ടത് ഈ വഴിക്കാണ്. ഇവിടെ നിന്നാണ് നാടുകാണിക്ക് പോകേണ്ടത്. പക്ഷെ നമുക്ക് അവിടെയാണ് അക്കഡേറ്റ് ഉള്ളത്. ചേട്ടാ, അക്കഡേറ്റ് ഉള്ളത് അവിടെയല്ലേ? അതിപ്പോൾ എങ്ങനെയാണ്, വെള്ളമുണ്ടോ? ഇത് ശരിക്കും മുല്ലപ്പെരിയാർന്ന് തന്നെ വെള്ളമല്ലേ? അതായത് പൂത്താങ്കെട്ട് ശരിക്കും മുല്ലപ്പെരിയാർന്ന് തന്നെയല്ലേ? അതല്ല ഞാൻ ചോദിച്ചാൽ, പൂത്താങ്കെട്ടിലെ വെള്ളം ശരിക്കും മുല്ലപ്പെരിയാറിൽ നിന്ന് തന്നെയല്ലേ? ആ, ഇതിപ്പോൾ വെള്ളം ഇറക്കിയിട്ടേക്കണോണ്ടാണോ ഇവിടെ കനാലിൽ വെള്ളമില്ലാത്തത്? ഇപ്പം അക്കഡേറ്റിലൊന്നും വെള്ളമില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് നോക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ നാടുകാണിക്ക് പോകണം? ഈ വഴിക്കാണ്ടോ നാടുകാണിക്ക് പോകണം. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് പോയി അക്കഡേറ്റ് പോയി കണ്ടിട്ട് വരാം.
ഇതാണ് കേട്ടോ ഊഞ്ഞാപ്പാറ അക്കഡേറ്റ്. എന്താ നല്ല നെൽപ്പാടാണ്, നല്ല അടിപൊളി. എന്താ ഗ്രീൻ, നല്ല രസമല്ലേ. ഇതാണ് ശരിക്കും ഫോട്ടോയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള അക്കഡേറ്റ്. ഇപ്പോൾ നിലവിലിവിടെ വെള്ളമില്ല. അപ്പോൾ അവിടെ നിന്ന് ചേച്ചിമാരാ കടയിലെ ചേട്ടന്മാരൊക്കെ പറഞ്ഞില്ലേ വെള്ളം ഇറക്കിയിട്ടേക്കണത് കൊണ്ട് വെള്ളമില്ല ഇപ്പോൾ ഇവിടെ. മറ്റേത് നിറച്ച് നല്ല മെത്തി വെള്ളം ഒഴുകുന്ന സ്ഥലം അത്. പക്ഷെ ഇപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഇതൊക്കെ വന്നിട്ട് ഇവിടെയൊക്കെ പൂട്ടി. മറ്റേ നേരത്തെ ഒന്നും ഇവിടെ ഇങ്ങനെയൊന്നും പൂട്ടിയിട്ടുണ്ടായില്ല. അക്കഡേറ്റിൽ അതിക്രമിച്ച് കയറുന്നത് ശിക്ഷാർഹം. ആൾക്കാരുടെ എണ്ണം കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ ഇവിടെ പോലീസിൻ്റെയും ബോർഡുണ്ട്. അക്കഡേറ്റിൽ അതിക്രമിച്ച് കയറുന്നത് ശിക്ഷാർഹം, കോതമംഗലം പോലീസ്. മറ്റേന്ന് പറയുമ്പോൾ ഇവിടെ നിറച്ച് വെള്ളം കേട്ടോ. ഇത് ഇങ്ങനെ മെത്തി ഒഴുകും. ഈ അക്കഡേറ്റിൽ അവിടെ നമ്മുടെ പൂതത്താങ്കെട്ടിലൊക്കെ ഷട്ടർ തുറന്നു കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം മെത്തി ഒഴുകും. അവിടെ ഷട്ടർ വെക്കുമ്പോഴാണ് ശരിക്കും ഇവിടെ വെള്ളം വരുന്നത്. ആ സമയത്ത് ഇവിടെ ഇങ്ങനെ മെത്തി ഒഴുകി. ഇവിടെ നല്ല രസം കണ്ടോ, രണ്ട് സൈഡും വയല, നല്ല രസമല്ലേ എനിക്ക്. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ നേരത്തെ ഇങ്ങനെയൊന്നും ക്ലോസ് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്തു. ആൾക്കാരുടെ ടൂറിസ്റ്റിൻ്റെ എണ്ണം കൂടിയത് കൊണ്ടും പിന്നെ ഇതിനെന്തോ അത്ര ഉറപ്പില്ലല്ലോ. ഒത്തിരി ആൾക്കാർ വന്നു കഴിയുമ്പോൾ ഇതിനെന്തോ ബലമില്ലാത്തത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, എന്തോ ബ്ലോക്ക് ചെയ്തു. നമുക്കെന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് നാടുകാലി മലയിലേക്ക് പോയി നോക്കാം. നമുക്ക് ചിലപ്പോൾ മലയുടെ മേളിൽ കയറി കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റുമായിരിക്കും കേട്ടോ. ഈ വ്യൂ ഒക്കെ കാണാൻ പറ്റുമായിരിക്കും. നമുക്ക് നോക്കാം, അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. മലയുടെ മേളിൽ ചെന്ന് കഴിയുമ്പോൾ നോക്കാം. അതെ, കുളിയും മുടക്കി. അക്കഡേറ്റിൽ കുളി നിരോധിച്ചിരിക്കുന്നു. അടിപൊളി. എന്തായാലും നമുക്ക് പോയി നോക്കാം. നോക്ക്, നല്ല രസമല്ലേ. നമുക്ക് ഇവിടെ റൈറ്റാണ് കേട്ടോ പോകേണ്ടത്. അവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഈ വഴി ഇങ്ങോട്ട് പോകുന്നത് തട്ടേക്കാട്, നമ്മൾ മാമലക്കണ്ടൊക്കെ പോയില്ലേ ആ മെയിൻ റോഡാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. പുന്നേക്കാട് തട്ടേക്കാട് പോകാൻ പറ്റും. അത് ഈ വഴിക്കാണ് പോകേണ്ടത്. ഇവിടെ നിന്നൊരു 500 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. നേരെ മെയിൻ വഴി വന്ന് ചെന്ന് ചാടും. അവിടെ നിന്ന് നമ്മൾ പോയ വഴി, അവിടെ നിന്നാണ് പിന്നെ നമ്മൾ മാമലക്കണ്ടം പോയത്. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് റൈറ്റാണ് കേട്ടോ പോകേണ്ടത്. ഇവിടെ നിന്ന് റൈറ്റ് നാടുകാണി ഊന്നുങ്കൽ. നമുക്ക് ഈ വഴിയാണ് കേട്ടോ പോകേണ്ടത്. നമുക്കിതിൽ പോയി നോക്കാം. ഇവിടെയും കുറേ മലകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, നല്ല ചെറിയ നല്ല സെറ്റ് മലകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പോകേണ്ടത് ഇതാ കാണുന്ന മല കണ്ടോ. നമുക്ക് പോകേണ്ടത് ആ മലയിലാണ്. അവിടെ ഒരു കുരിശ് കാണുന്നുണ്ടോ, ഉണ്ടോ, അവിടെ ഒരു കുരിശ് കാണുന്നുണ്ട്. നമുക്ക് ശരിക്കും പോകേണ്ടത് അങ്ങോട്ടാണ്. ഇത് ശരിക്കും നമ്മുടെ എറണാകുളം ജില്ലയിൽ കോതമംഗലം വെളിയരിച്ചാൽ അവിടെ ഒരു കത്തോലിക്ക പള്ളിയുണ്ട്. ആ പള്ളിയുടെ കുരിശിൻ തൊട്ടിയാണിത്. ഇവിടെ ശരിക്കും ദുഃഖവെള്ളി സമയങ്ങളിൽ, അതായത് ദുഃഖ വെള്ളിയാഴ്ച പ്രദക്ഷിണം വരികയും പള്ളിയിൽ നിന്ന് ആളുകൾ പ്രദക്ഷിണമായിട്ട് വരികയും ഇവിടെ കുർബാന നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ടൂറിസ്റ്റുകളും വരുന്നുണ്ട് കേട്ടോ. അതല്ലാതെ നോർമൽ ദിവസങ്ങളിൽ ടൂറിസ്റ്റുകളും വരുന്നുണ്ട്. അങ്ങോട്ടേക്ക് ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വരുന്ന വഴി ആളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി പോകാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ നല്ല രസമല്ലേ കാണാൻ. ഇവിടെ ചെറിയ മഴയുണ്ട് കേട്ടോ. ഇപ്പം നിലവിൽ ചെറുതാണ്, കാണുന്നുണ്ടോ, മഴ പെയ്യുന്ന കാണാം. വെള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം. കണ്ടോ, ചെറിയ മഴയുണ്ട്. ഇതാ നോക്ക്, നല്ല നാടൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ശരിക്കും പറഞ്ഞായിരുന്നു, ഈ കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും കള്ള് കുടിച്ച് മത്ത് പിടിച്ച് കിളി പോവുക എന്നുള്ളതല്ല. അവിടെ നല്ല ഫുഡുകളുമുണ്ട്. ഞാൻ ശരിക്കും കള്ളു കുടിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനോ ഇതിനൊന്നും അല്ല കേട്ടോ പ്രോത്സാഹിപ്പിക്കുന്നത്. ഞാൻ ശരിക്കും യാത്രകളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മൾ കാണാത്ത കുറേ കാഴ്ചകൾ, അതിനൊക്കെയാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ ഇത് കാണുമ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ഫുഡ് ഉണ്ടാവും, നല്ല ഫുഡുകളുണ്ടാവും. ഈ യാത്ര, ഭക്ഷണം, താമസം, അതാണല്ലോ നമ്മൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് കാണിച്ചത്.
ശരിക്കും കള്ളു കുടിക്കുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. നല്ല രസമല്ലേ നമുക്ക്? എന്താ അല്ലേ, എന്ത് രസം. ചെറിയ ചെറിയ അരുവികൾ കാണുന്നുണ്ട് കേട്ടോ. എന്താ രസം. ആ കാണുന്ന ഒരു മലയാണ് കേട്ടോ. അവിടെ കാണുന്നുണ്ടോ? അതും ഒരു മലയാണ്. പക്ഷെ നമുക്ക് പോകേണ്ടത് അവിടെയല്ല. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായില്ലേ ഒരു മല. അതിപ്പോൾ ഇവിടുന്ന് കാണാൻ പാടില്ല. അവിടെ കോടമഞ്ഞ് കാര്യങ്ങളെല്ലാം കയറി. നമുക്ക് എന്തായാലും ഇങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. എന്ത് രസം നോക്ക്. ഇതാ ഇവിടെ ബോർഡൊക്കെ കാണുന്നുണ്ട്. റൈറ്റ് കോതമംഗലം, നേരെ പോയ അടിമാലി, മൂന്നാർ. ഇതിലേയും പോവാൻ കേട്ടോ മൂന്നാറിനാണ്. അതായത് ഇവിടുന്ന് നേരെ മൂന്നാർ പോയ പെരുമണ്ണൂർ, അത് ശരിക്കും പെരുമണ്ണൂർക്ക് പോണ വഴിയാണ്. പക്ഷെ പെരുമണ്ണൂർ എത്തേണ്ട, അതിന് മുമ്പ് റൈറ്റ് തിരിഞ്ഞ് പോയാൽ നമുക്ക് ആ വഴി നേരെ മൂന്നാർ പോകാം. നേരിമംഗലം കൂടി മൂന്നാർ പോകാം. പക്ഷെ നമുക്ക് പോകേണ്ടത് ഇതിൻ്റെ മേലിലാണ്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കോതമംഗലം. ശരിക്കും കോതമംഗലത്തു നിന്ന് വരുന്നവർക്ക് ഇതാണ് കേട്ടോ എളുപ്പം. ഈ വഴിയാണ് കേട്ടോ എളുപ്പം. ഞാൻ കള്ളാട് നിന്ന് വന്നതുകൊണ്ടാണ് ഞാൻ ഇതിലെ നടന്നിങ്ങ് പോകുന്നത്. പക്ഷെ ശരിക്കും കോതമംഗലത്തു നിന്ന് വരുന്നവർക്ക് ഇതാണ് എളുപ്പം. കോതമംഗലത്തു നിന്ന് വരുവാണെങ്കിൽ മലയൻകീഴ് വന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് വന്ന ഈ റൂട്ടിലേക്കാണ് വരുന്നത്. അത് വരുന്നത് ഈ വഴിക്കാണ് കേട്ടോ വരുന്നത്. കോതമംഗലത്തു നിന്ന് വരുന്നവർക്ക് ശരിക്കും ഈ വഴിയാണ് എളുപ്പം. നമുക്ക് പോകേണ്ടത് ഇതിലാണ് കേട്ടോ. ഇതാണ് മല. ഇതിലാണ് കയറി പോകേണ്ടത്. ചേട്ടാ ഇവിടുന്ന് ഒത്തിരി പോകാനുണ്ടോ മേളിലേക്ക്? വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഒത്തിരി പോകാനുണ്ടോ? ദൂരം ഉണ്ടാവും? 14. ഇത് ശരിക്കും വെളിയച്ചാൽ പള്ളിയുടെ അല്ലേ? ഇത് നാടുകാണി പള്ളിയുടെ ആണോ? വെളിയച്ചാൽ പള്ളിയുടെ അല്ലേ? അവിടെ വന്നപ്പോൾ വെളിയച്ചാൽ പള്ളി എന്ന് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ടാണ് ചോദിച്ചു. അല്ല, ഇവിടുന്ന് വന്നപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് ശരിക്കും വെളിയച്ചാൽ പള്ളിയുടെ ആണ്, പക്ഷെ നാടുകാണി പള്ളിയുടെ ആണ്. ഇവിടെ കുർബാന കാര്യങ്ങളൊക്കെ ഉണ്ടോ? വെള്ളിയാഴ്ചകൾ കുർബാന അത് പകലാണോ? ഓക്കെ. അതല്ലാതെ മെയിനായിട്ട് പ്രദക്ഷിണം കാര്യങ്ങളൊക്കെ പോണത് ദുഃഖവെള്ളി ആ സമയത്തല്ലേ? ആ ടൈമിലല്ലേ? അല്ലാത്ത സമയങ്ങളിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രാർത്ഥനകളും കാര്യങ്ങളും ഉണ്ടല്ലേ? അല്ലാത്ത സമയത്ത് ഓപ്പൺ അല്ലേ? ക്ലോസ് ഒന്നുമില്ലല്ലോ, ഓപ്പൺ അല്ലേ? ഓക്കെ. പേരെങ്ങനെ? അജിത്ത്. ഓക്കെ, എന്നാൽ മാറിക്കോട്ടെ. ശരി. ഇതാണ് കേട്ടോ. ഇത് എനിക്ക് പറഞ്ഞത് തെറ്റിപ്പോയതാണ് കേട്ടോ. ഇത് ശരിക്കും വെളിയൽച്ചാൽ പള്ളിയുടെ അല്ല കേട്ടോ. ഇത് ശരിക്കും നാടുകാണി പള്ളിയുടെ എന്നാണ് പറയുന്നത്. സെൻറ്റ് തോമസ് മൗണ്ട് നാടുകാണി. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൽ പോയി നോക്കാം. ഇത് ശരിക്കും നമ്മൾ മലയാറ്റൂർ പോകില്ലേ? മലയാറ്റൂർ പോകുന്ന അതേ ഫീലാണ് കേട്ടോ ഇത്. കണ്ടോ, ഇത് നമുക്ക് ശരിക്കും മലയാറ്റൂർ കയറിയവർക്ക് അറിയാം. മലയാറ്റൂർക്ക് കയറിയവർക്ക് ഇതേപോലെ ഓരോ സ്ഥലങ്ങളുണ്ട്. അതേപോലെ ഓരോ സ്ഥലങ്ങളിൽ ഇതേപോലെ ഒരു എന്താ പറയുക, ഇങ്ങനെ പ്രാർത്ഥിച്ച് കയറി പോകാന്നുള്ള ഒരു സെറ്റപ്പാണ്. അത് ശരിക്കും മലയാറ്റൂർ മല കയറിയിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ. എന്തായാലും നമുക്ക് പോയി നോക്കാം. കോടമഞ്ഞുണ്ട് കേട്ടോ. നല്ലപോലെ തെന്നി കിടക്കണ്ട കേട്ടോ. കാരണം ഇപ്പോഴും മഴയുണ്ട്. ഇപ്പോഴും നല്ല ചെറിയ ചാറ്റമഴയുണ്ട് ഇവിടെ. നമുക്ക് ഓരോ സൈഡ് വഴി പോകാം, അതായിരിക്കും സേഫ്. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ ഏറ്റവും പെട്ടെന്ന് താഴത്തേക്കില്ല. ഇതാണ് കേട്ടോ ഒരിത്. ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ മലയാറ്റൂർ മല കയറിയവർക്കറിയാം അതിൻ്റെ ഒരു ഫീൽ എന്താണെന്നുള്ളത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതാണ് നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ കണ്ട മല. നൈസല്ലേ? നമുക്ക് മേളിലേക്ക് പോയേക്കാം. അങ്ങറ്റത്താ കാണുന്നത് കണ്ടോ? അപ്പട്ടയാണ് കേട്ടോ കുരിശുള്ളത്. നമുക്ക് അപ്പട്ടം വരെ പോകണം. ഞാനാണെങ്കിൽ നല്ല പോലെ അണയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ രാവിലെ ഒരു 5 മണിയായപ്പോൾ എഴുന്നേറ്റ് അമ്മ ഫുഡൊക്കെ തന്ന് കുളിയൊക്കെ കഴിഞ്ഞു. അതോ നല്ല തണുത്ത വെള്ളത്തിലെ കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അന്നേരം അവിടെ നിന്ന് ഇറങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഏകദേശം കണ്ടു തുടങ്ങി കേട്ടോ. കുറച്ചുകൂടെ ടോപ്പ് എത്തിക്കുമ്പോൾ
ഇപ്പോൾ എത്തിക്ക് കാണിച്ചിട്ടുണ്ടോ ഇത് അവിടെയൊക്കെ നല്ല കോട മഞ്ഞടാ, നല്ല സീൻ. ഞാൻ ഇത്ര അണയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഒരു 6 മണിയായപ്പോൾ എഴുന്നേറ്റ് നടക്കുന്ന. ഇപ്പോൾ സമയം 7:45 കഴിഞ്ഞു. 8 മണിയാവാറായി. 2 മണിക്കൂറായിട്ട് നടക്കുന്നതല്ലേ, അത് കണ്ടിന്യൂസാണ് നടക്കുന്നത്. ഇനി നമുക്ക് ആ പെട്ട മര കയറണം. നമുക്ക് എന്തായാലും പോയി നോക്കാം. എനിക്ക് അല്ലെങ്കിൽ തന്നെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷര തെറ്റുണ്ടാവും. ഇനിയിപ്പോൾ നല്ല അണക്കലും കൂടെ ആയതുകൊണ്ട് ഞാൻ പറയണത് ഒന്നും മനസ്സിലാവുണ്ടാവില്ല. എന്തായാലും പോയി നോക്കാം. ആടാ സീനടാ, നല്ല സീനായിട്ട്. ആടാ കാണുന്നുണ്ടോ? ഇത് അവിടെ ഒരു പള്ളി, അതൊരു പള്ളിയാണ് കേട്ടോ. പക്ഷെ നല്ല രസമാട്ടോ, നല്ല രസമാടാ. ഈ മഴയുടെ സമയം കൂടെ ആയതുകൊണ്ടാട്ടോ വലിയ ക്ഷീണമില്ലാത്ത. അല്ലെങ്കിൽ സത്യം പറയാമല്ലോ മച്ചം വരെ ചത്തുപോയേനെ ഞാൻ. പക്ഷെ നല്ല രസം, നല്ല രസം. നമുക്ക് എന്തായാലും പോയി നോക്കടാ. നമുക്ക് മേളിലേക്ക് പോയി നോക്കാം. ഈ കാണുന്നത് 4ാം സ്ഥലമാണ് കേട്ടോ. ഈ കാണുന്നത് 4ാം സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ സ്ഥലത്തിൻ്റെ അടയാളങ്ങൾക്ക് അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നമുക്ക് എന്തായാലും മേലിലേക്ക് പോയി നോക്കാം. അപ്പുറമൊക്കെ മല കാണുന്നുണ്ട് കേട്ടോ. ഇതാടാ എടാ, ശരിക്കും പറഞ്ഞാൽ കോടമഞ്ഞ് മാറിയിട്ടില്ല കേട്ടോ. ഇതവിടെ വീടുകളാണ് തോന്നുന്നു. ഇവിടെ വീടുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ കുറച്ചുകൂടെ ഹൈറ്റിലായി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെയും നല്ല സെറ്റായിട്ട് കാണാം കേട്ടോ. ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല രസമുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. എടാ ഇത് 7ാം സ്ഥലമാണ് കേട്ടോ. നമ്മൾ ശരിക്കും ഇവിടെ ഇരിക്കും കേട്ടോ. വയ്യാടാ, നല്ല ക്ഷീണം കേട്ടോ. ഇതുണ്ടോ, പക്ഷെ നല്ല രസമാണ് കേട്ടോ. ഇത് നമുക്ക് എന്ത് രസമല്ലേ. പൈനാപ്പിൾ കൃഷി. ഇത് നമ്മൾ ഞാൻ കാണിച്ചു തന്ന തോട്ടമല്ല, പക്ഷെ വേറെയാണ്. നമ്മളെ വന്ന വഴി ഇവിടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മളൊരു ഷാപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഓർക്കണ്ടോ, അത് ആ പാടാണ് കേട്ടോ. ആ പാടത്തിൻ്റെ ഈ ഭാഗത്ത് എവിടെയാണ് നമ്മൾ ഷാപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു ഷാപ്പ് കാണിച്ചതല്ലേ, അതവിടെയാണ് കേട്ടോ. നമ്മൾ ഇതിലാണ് കേട്ടോ കയറി വന്നത്. ഇതിങ്ങനെ കയറി വന്ന് ഇത് 6ാം സ്ഥലം. നമ്മളിപ്പോൾ ഇരിക്കുന്നത് 7ാം സ്ഥലത്താണ് കേട്ടോ. നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ കയറി ചെല്ലണത് 8ാം സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ കൈവരികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിടിച്ച് കയറിപ്പോ നല്ലപോലെ ക്ഷീണിച്ച് വരുന്നവർക്ക് പിടിച്ച് പോകാൻ പാകത്തിന് ഇങ്ങനെ കൈവരികളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നല്ല ചെറിയ തെന്നലുണ്ട് കേട്ടോ, പായലുണ്ട്. സൂക്ഷിച്ചും കണ്ടും കയറിയില്ലെങ്കിൽ നല്ല സീനായിരിക്കും. വന്നതിനേക്കാൾ സ്പീഡിൽ താഴെ ചെല്ലാം. നമുക്ക് എന്തായാലും പോയി വെക്കാം. നമുക്ക് പയ്യെ പിടിച്ച് പോടാ. എട്ടാം സ്ഥലത്തിൻ്റെ ബോർഡ് കാണുന്നുണ്ട് കേട്ടോ. ഇനിയും പോകണം. കേട്ടോ 8ാം സ്ഥലം. എടാ പക്ഷെ നീ താഴത്തേക്ക് നോക്കടാ. ഇത് കണ്ടോ എടാ, നമ്മൾ അവിടെയാണ് കേട്ടോ ഇരുന്നത്. ഇതേ ആ കാണുന്നതാണ് 7ാം സ്ഥലം. നമ്മൾ അവിടെയാണ് കേട്ടോ ഇരുന്നത്. അവിടെ ഇരുന്നിട്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരെ കയറി വന്നെങ്കിൽ ഇത് നോക്ക്, മൊത്തം കോടമഞ്ഞേടാ. നല്ല രസമല്ലേ. അവിടെയൊക്കെ ആദ്യം തെളിഞ്ഞ് കാണാമായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പം ഒന്നും കാണാൻ പാടില്ല. ആ കാണുന്ന വെള്ള കുത്തു കണ്ടോ, അവിടെയാണ് കേട്ടോ നമ്മളൊരു പള്ളി ഉണ്ടെന്ന് പറഞ്ഞത്. അതാണ് ഷാപ്പും. അവിടെ ഒരു പാടം, ഷാപ്പിൻ്റെ അടുത്തൊരു പാടം ഉണ്ടെന്ന് പറഞ്ഞില്ല, അതാണ് കേട്ടോ. പക്ഷെ നമുക്ക് താഴെ ഇരുന്നപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. ഇത് കണ്ടോ ഇപ്പം ശരിക്കും കോടമഞ്ഞ് കയറി കേട്ടോ. നമുക്ക് മേളിലേക്ക് പോയി നോക്കാം. മേളിലെന്താ അവസ്ഥ നോക്കാം. പോകാനുണ്ട് കേട്ടോ. മൊത്തം എനിക്ക് തോന്നുന്നു
ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളതിൽ പെട്ടായിട്ടുള്ളൂ. കണ്ടോ, നല്ല പായലുണ്ട് കേട്ടോ. ഇതുണ്ടോ നമുക്ക്, നല്ല പായലാണ്. അവിടെ അത്രയില്ല, പക്ഷെ ഇത് കണ്ടോ, ഇതുണ്ടോ ഇവിടെ ശരിക്കും കാണാം. നോക്കി കയറിയില്ലെങ്കിലേ. ഇവിടെ പടിയുണ്ട് കേട്ടോടാ. ഇതേ ഇവിടുന്ന് പടിയുണ്ട്. നമ്മൾ മേളിലേക്ക് കയറും തോറും മഴയും കൂടുന്നുണ്ട്. അതേപോലെ ഇതുണ്ടോ, കോടമഞ്ഞും കയറി വരുന്നുണ്ട്. നല്ല രസം. നമുക്ക് മേളിലേക്ക് പോയി നോക്കാം. ഇതേ അവിടെ അടുത്ത സ്ഥലം കാണാം കേട്ടോ. അവിടെ നിന്ന് പോകണം കേട്ടോ. നമുക്ക് മേളിലേക്ക് പോയി നോക്കാം. കാണുന്നത് കണ്ടോ, അത് 10ാം സ്ഥലമാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് 9ാം സ്ഥലം കഴിഞ്ഞിട്ട് ഇങ്ങനൊരു വഴി പോകുന്നുണ്ട്. നമുക്ക് ഇതിലൊന്ന് പോയി നോക്കാം. ഇവിടെ എന്താ നോക്കാം. ഇത് അത്യാവശ്യം കുറച്ച് ഹെവിയാണല്ലോ മോനെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ചെരുപ്പ് ഇവിടെ ഊരിടാം. അല്ലെങ്കിൽ അങ്ങനെ സ്ലിപ്പായാലേ ശരിയാവില്ല. ഇത് മുള്ളാണോ എന്താണോ എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. കയറി നോക്കാം. ചെറിയ തെന്നലുണ്ട് കേട്ടോ. റിസ്ക്കാണ്. നമുക്ക് അകത്തിലെ കയറി നോക്കാം. ഇതിൽ പിടിക്കാനുള്ള സംഭവമില്ല. ഓക്കെ, ആ വഴിക്ക് അങ്ങനെ കയറി നോക്കാം. കയറിട്ടോ. അപ്പം ഇവിടെ നല്ല മഴ പെയ്തിട്ട് കിടക്കുന്നത് കൊണ്ട് നല്ല തെന്നലാണ് മച്ചാനെ. പയ്യെ കയറിയില്ലെങ്കിലേ സീനായിരിക്കും. നമുക്ക് പയ്യെ പിടിച്ച് പോവാം. കയറി സെറ്റ്. ഈ കാണുന്ന കേട്ടോ അടുത്ത സ്ഥലം. നമ്മളിവിടെ നിന്നാണ് കേട്ടോ കയറി വന്നേ. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കയറി അതിലാണ് ഇങ്ങനെ കയറി ഇവിടെ വന്നിരിക്കണ്ട. അതായത് നോക്ക്, ആ കാണുന്നത് എനിക്ക് തോന്നുന്നത് MA കോളേജാണെന്ന് തോന്നുന്നു കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോടാ? കണ്ടോ ആ കാണുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ആ കാണുന്നതൊക്കെ കോതമംഗലം സൈഡായിരിക്കും.
എനിക്ക് തോന്നുന്നു അതാണ് MA കോളേജ് എന്ന് എനിക്ക് തോന്നുന്നു. മേളിൽ കയറുമ്പോഴത്തേക്കും മൂടമഞ്ഞിലാവുമോ എന്ന് എനിക്കറിയില്ല. കാരണം അവിടെയൊക്കെ ഏകദേശം ഒന്ന് തെളിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇത് കാലാവസ്ഥ ഭയങ്കര നല്ല അടിപൊളി കാലാവസ്ഥ ആയതുകൊണ്ടേ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ചാറ്റൻ മഴയുണ്ട്. മഴ പെയ്യുന്നതനുസരിച്ച് ചിലപ്പോൾ ഒന്നുകൂടെ കോടമഞ്ഞ് കയറി വരുമോ എന്താണെന്നുള്ളത് അറിയില്ല. പക്ഷെ നല്ല രസമാണ് കേട്ടോ. പക്ഷെ അണയ്ക്കുന്നുണ്ട്, എന്തായാലും കുഴപ്പമില്ല. അതെ ചിത്ര ചിലപ്പോൾ പോകുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അതെ എവിടെ പോയോ? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കടാ, കാണട്ടാ. അതെ ഇത് പോണു കേട്ടോ, അടിപൊളിയല്ലേ, രസമല്ലേ? തുമ്പിയടാ തുമ്പി, കാണുന്നില്ലടാ, നിൽക്കടാ. അതേടാ കറക്റ്റടാ, നീ നീ സെറ്റടാ നീ. പിന്നെ പറന്നു വിടാൻ തുമ്പി ഉണ്ട് കേട്ടോ. അവിടെ കുറേ തുമ്പികളുണ്ട്, ചിത്രശലഭം, തുമ്പികൾ. നമ്മൾ മാത്രമല്ല കേട്ടോ, പറ്റുന്ന പാരി പറന്ന് കേട്ടോ നടക്കട്ടെ. ഞാൻ അവിടെ നിന്ന് നാടുകാണി മല കയറാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് പ്രാന്താണോ എന്ന് എനിക്ക് ചോദിച്ചു. പക്ഷെ അതെനിക്കിപ്പോൾ മനസ്സിലായി, നല്ല പ്രാന്താണ്. എടാ എന്താണെന്ന് വെച്ചാൽ, എടാ നമ്മളിതാ അവിടെ നിന്നാണ് കയറി വന്നത്. അവിടെ നിന്ന് കയറി വന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എളുപ്പ വഴിയാണടാ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതാ നോക്ക്, ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇങ്ങനെ വന്ന് ഈ വലിയ മല കയറിയതാ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുക. സത്യം പറഞ്ഞാൽ പണ്ട് ഒരുത്തരും മല കയറാൻ പോയിട്ട് അവന് വേണ്ടി ഹെലികോപ്റ്റർ വന്നില്ലേ എന്ന് പറഞ്ഞാൽ നമ്മളിനിപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഭയങ്കര സീനാടാ ഇതിനകത്ത് കയറാൻ. ഓ